എല്ലാവർക്കും ഒരിക്കൽ കൂടി രേവൂസ് ഗോൾസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോള ഭട്ടൂരയാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഒരു വെറൈറ്റി ആയിട്ട് ഒരു ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം ഗോതമ്പ് പൊടിയാണ്. നമ്മൾക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി ഇടുക. ഞാൻ ഈ കൈക്കണക്കാണ് കേട്ടോ ഇടുന്നത്. എനിക്ക് ഇത്ര അളവൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾക്ക് ഒരു ഏകദേശം ഒരു അറിവുണ്ടാവുമല്ലോ എത്ര ഇടണമെന്നുള്ളത്. ഇപ്പം ഞാൻ കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ അടുപ്പിച്ച് തൈര് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് എല്ലാം കൂടി ഇട്ട് ഞാൻ കുറച്ച് റവയും കൂടി ഇടുന്നുണ്ടേ. ഒരു 1-1.5 സ്പൂൺ ഇട്ടു. എന്നിട്ട് റവയും ഈ പഞ്ചസാരയൊക്കെ ഇടുന്നത് ഒരു ക്രിസ്പിനെസ് വരാനാണ്. നമ്മുടെ ഭട്ടൂരയ്ക്ക് ഒരു ക്രിസ്പി ആയിട്ടിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വന്ന് നമ്മളത് പെട്ടെന്ന് തന്നെ ചുരുങ്ങി പോകത്തില്ല. അപ്പോൾ അതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഇളം ചൂട് വെള്ളത്തിലൊന്ന് നമുക്ക് കുഴച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ കുഴയ്ക്കണേ. നല്ലതുപോലെ നമ്മൾ കുഴച്ച് ഈ പരുവത്തിലെടുക്കുക. എന്നിട്ട് കുറച്ച് ഓയിലും കൂടി മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കുഴച്ച് മാറ്റി നമുക്ക് ഒരു 1-1.5 മണിക്കൂർ, എത്ര മണിക്കൂർ വെക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും ഭട്ടൂരയുടെ മാവ്. ഞാനിവിടെ ഒരു മണിക്കൂറാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഞാൻ പൂരിക്ക് എടുക്കുന്നത് പോലെ അതിനേക്കാളും കുറച്ചും കൂടി അധികമായിട്ട് മാവെടുത്ത് ഇതുപോലെ പരത്തി, ഒത്തിരി തിന്നാക്കണ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം. നമ്മൾക്ക് ഫ്ലെയിം എപ്പോഴും മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഇത് പൊങ്ങി ഇതുപോലെ വരത്തില്ല. അപ്പോൾ ഇതുപോലെ പൊങ്ങി വന്നു കഴിഞ്ഞ ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് ഇതുപോലെ എണ്ണ മേളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഭട്ടൂര വെന്ത് കിട്ടും. ഞാൻ എണ്ണ ഉപയോഗിച്ചാണ് ഇത് പരത്തിയത്. കാരണം ഓയിലിൽ കുറേ വേസ്റ്റ് വരും. ഓയിലിൻ്റെ താഴെ ഇങ്ങനെ കരി പോലെ കിടക്കും. അതുകൊണ്ട് എണ്ണയിൽ പരത്തുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ചോളയുടെ റെസിപ്പി ഉണ്ടാക്കാം. ഞാൻ രാത്രി തന്നെ കുതിർത്തി വെച്ചിരിക്കുന്ന നമ്മളുടെ വെള്ളക്കടലയാണ്. അത് കഴുകി എടുത്തിട്ട് അതിലേക്ക് സവാള, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം കൂടിയിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. സിമ്മിൽ ഒരു 5-6 വിസിൽ, അതായത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, സിമ്മാക്കി വെച്ചിട്ട് നമ്മൾക്ക് ഇതുപോലെ വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ആദ്യമായിട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമ്മളുടെ പെരുംജീരകമാണ്. അതൊന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മസാലയിലേക്ക് കൂടി ഇടുമ്പോൾ. പച്ചയ്ക്ക് ഇടുന്ന ടേസ്റ്റ് അല്ല, ഇതൊന്ന് വറുത്തെടുക്കുമ്പോഴാണ് പ്രത്യേക ഒരു സ്മെല്ല് വരുന്നത് കറിക്ക്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്ക് പേസ്റ്റാക്കി വെക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് മസാലയും കൂടിയൊക്കെ അതിലിട്ടിട്ട് ഞാൻ എല്ലാം കൂടി ഇട്ടാണ് അടിച്ചെടുക്കുന്നത്. കാരണം ഗരം മസാലപ്പൊടി അടിച്ച് വയ്ക്കുമ്പോൾ അതിൻ്റെ മണം കൂടുതലും ദിവസം നിൽക്കത്തില്ല. ഇതുപോലെ ഫ്രഷായിട്ട് അടിക്കുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും. ഞാനൊരു കറുത്ത ഏലക്കായും കൂടി ഇടുന്നുണ്ടേ. ഈ പട്ട ഞാനിപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഞാൻ ഓയിൽ ഒഴിച്ചിട്ടാണ് അതിലേക്ക് ഇടുന്നത്. അപ്പം നമ്മൾ മിക്സ് അടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ കറുകപ്പട്ടയുടെ, നമ്മുടെ ഉണങ്ങിയ കറുകപ്പട്ടയുടെ ഇലയാണ്. അതും നമ്മളുടെ ഈ പട്ടയും കൂടി ഇട്ട് ഒന്ന് എണ്ണയിലൊന്ന് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്നതല്ലേ സവാള, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക്, ഏലക്കായ, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി അടിച്ചു വെച്ചിട്ടില്ലേ നമ്മളതെല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടിയായിട്ടുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് പെരുംജീരകപ്പൊടിയാണ് നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് കുറച്ചും കൂടി എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ടേ. ആവശ്യത്തിന് കുറച്ച് എണ്ണ നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു തക്കാളിയാണ് ആവശ്യമുള്ളത്. അതൊന്ന് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. തക്കാളിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോണ വരെ നമുക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ വെള്ളക്കടല വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ, അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ഗ്രേവി കുറച്ച് തിക്കും ആകും, കുറച്ച് ടേസ്റ്റും കൂടും കേട്ടോ. ഇങ്ങനെ ചെയ്തിട്ട് നോക്കണേ. അപ്പോൾ കുറച്ച് ഇതുപോലെ നമ്മൾ വേവിച്ച വെള്ളക്കടലയും കുറച്ച് തൈരും കൂടി ഞാനൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഇതിലിടാൻ പറ്റിയില്ല. മല്ലിയില ഇതിലിടുന്നത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മല്ലിയിലയും കൂടി ഈ സമയത്ത് നമുക്ക് അരിഞ്ഞോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയോ ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം.
അപ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ മേളിൽ തെളിഞ്ഞു വരും. അതാണ് കറിയുടെ പാകം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്, കാരണം ഈ കുറച്ച് എരിവും അതെല്ലാ സ്പൈസസൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോല ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ ഇന്ന് കടിച്ച് കഴിയുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. ഞാനിത് കൂടുതൽ ടേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ബട്ടറും കൂടി ചോളയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി കാണാം.